അപ്പോൾ ഞാൻ ഇന്ന് PSCയുടെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സെപ്റ്റംബർ 12-നാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Tubercle bacilli as a causative agent for tuberculosis was discovered in 1882. ഈ ട്യൂബർക്കിൾ ബാസിലൈ എന്ന് പറയുന്ന ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് 1882-ലാണ്. പ്രിവേലൻസ് ഓഫ് ട്യൂബർക്കുലോസിസ് ഡിസീസ് refers to the number of cases that are present in a particular population at a given time. അപ്പോൾ ഒരു സ്ഥലത്ത് ട്യൂബർക്കുലോസിസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ ഒരു ഏരിയയിൽ, ഒരു പോപ്പുലേഷനിൽ എത്ര നമ്പർ ഓഫ് ട്യൂബർക്കുലോസിസ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പോഴും TB ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. CBN-AAT ടെസ്റ്റ് ഡിറ്റക്റ്റ് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ CBN-AAT ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ദ മോസ്റ്റ് കോമൺ സിംറ്റം ഇൻ പൾമണറി TB ഈസ് കഫ്. പൾമണറി TBയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? ചുമയാണ്, കഫാണ്. ADA is a lymphocytic enzyme that is increased in tuberculous pleural effusion. അപ്പോൾ ADA എന്ന് പറയുന്നത് ഒരു ലിംഫോസൈറ്റിക് എൻസൈമാണ്. അത് ഏതിൻ്റെ സമയത്താണ് കൂടുന്നത്? ട്യൂബർക്കുലോസ് പ്ലൂറൽ എഫ്യൂഷൻ്റെ സമയത്ത് അത് കൂടുകയാണ് ചെയ്യുന്നത്, ADA. BCG is usually given in left arm. അല്ലേ, BCG വാക്സിൻ എന്തിൻ്റെയാണ്? TB ആയിട്ട് റിലേറ്റ് ചെയ്ത വാക്സിനാണ്. അപ്പോൾ അത് ഏത് കയ്യിലാണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ലെഫ്റ്റ് ആമിലാണ് BCG കൊടുക്കുക. എക്സ്റേ വാസ് ഡിസ്കവേർഡ് ബൈ റോൺജൻ. എക്സ്റേ ആരാണ് കണ്ടുപിടിച്ചത്? റോൺജൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. ട്യൂബർക്കുലസ് cervical lymph gland shows മൾട്ടിപ്ലിസിറ്റി, മാറ്റിംഗ്, സെസിയേഷൻ പാത്തോളജിക്കലി. അപ്പോൾ ട്യൂബർക്കുലസ് സെർവിക്കൽ ലിംഫ് ഗ്ലാൻഡിൽ ആണ് ഈ ട്യൂബർക്കുലസ് സെർവിക്കൽ ലിംഫ് ഗ്ലാൻഡ്സ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് അല്ല, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയായിരിക്കും? മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവാം, മാറ്റിംഗ് ഉണ്ടാവാം, സെസിയേഷൻ, കേസിയേഷൻ പാത്തോളജിക്കലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. ദ anti-TB ഡ്രഗ് വിച്ച് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ പ്രഗ്നൻസി ഈസ് സ്ട്രെപ്റ്റോമൈസിൻ. അപ്പം TBക്ക് എതിരായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. അത് നമ്മൾ പ്രഗ്നൻസിൻ്റെ ടൈമിൽ കൊടുക്കാൻ പറ്റാത്തത് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ എടുക്കാൻ പാടില്ല. ദി anti-TB ഡ്രഗ് വിച്ച് കോസസ് ഓപ്റ്റിക് ന്യൂറൈറ്റിസ് ആൻഡ് ഡിക്രീസ്ഡ് വിഷൻ ഈസ് എത്താംബൂട്ടോൾ. അപ്പോൾ TB ഡ്രഗ് എല്ലാ മരുന്നിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു TB ഡ്രഗാണ് എത്താംബൂട്ടോൾ എന്ന് പറയുന്നത്. എത്താംബൂട്ടോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ന്യൂറൈറ്റിസും ഡിക്രീസ്ഡ് വിഷനും ആയിരിക്കും. Sputum examination is mandatory to rule out TB in all patients with cough of more than 2 weeks. 2 ആഴ്ചയിൽ കൂടുതൽ ചുമയുമായിട്ട് വരുന്ന രോഗികളിൽ എന്ത് ചെയ്യണം? സ്പുട്ടം എക്സാമിനേഷൻ, കഫം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. എന്തിനാ? TB ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. RNTCP was first implemented in Kerala in പത്തനംതിട്ട. RNTCP എവിടെയാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്? കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ്. MDR ട്യൂബർക്കുലോസിസ് ഈസ് റെസിസ്റ്റൻറ്റ് ടു റിഫാംപിസിൻ ആൻഡ് INH. അപ്പോൾ MDR ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ഏത് മരുന്ന് എഫക്റ്റ് ചെയ്യില്ല? റിഫാംപിസിനും INHും എഫക്റ്റ് ചെയ്യില്ല. പോട്സ് ഡിസീസ് ഇൻവോൾവ്സ് സ്പൈനൽ കോഡ്. പോട്ട് ഡിസീസ് ഏതിനെ അഫക്റ്റ് ചെയ്യുന്നത്? സ്പൈനൽ കോഡിന്.
In Gill-Nielsen staining of putum for AFB2++ is graded if there are 1 to 10 AFB per oil immersion field. അപ്പോൾ ജീൻ നീൽഷൻ സ്റ്റെയിനിങ് പുട്ടം അതായത് കഫം ടെസ്റ്റ് ചെയ്യുന്ന കൊടുക്കുന്ന ഒരു സ്റ്റെയിനിങ് ആണ് ജീൻ നീൽഷൻ സ്റ്റെയിനിങ്. അത് AFB എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 2++ ഗ്രേഡ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? 1 to 10 AFB പെർ ഓയിൽ ഇമ്മേഴ്ഷൻ ഫീൽഡ് എന്നാണ് അർത്ഥം. ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ TB അണ്ടർ RNTCP ഫോർ ന്യൂ കേസ് ഈസ് ഫോർ 6 months. ഇനി RNTCPൻ്റെ സ്കീമിൽ ഇപ്പോൾ TBൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര മാസത്തേക്കാണ്? 6 monthsലേക്കാണ്. Discarded medicines are incinerated or destroyed and disposed in secured landfill. ഈ ഡിസ്കാർഡഡ് മെഡിസിൻ യൂസ് ചെയ്തിട്ട് കളഞ്ഞവ അതെന്ത് ചെയ്യണം? ഇൻസിനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സെക്യൂർ ആയിട്ടുള്ള ലാൻഡ് ഫിൽസിൽ അത് ഡിസ്പോസ് ചെയ്യണം. ഐഡിയൽ മെത്തേഡ് ഫോർ പ്രിവെൻറ്റിംഗ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഹാൻഡ് ഹൈജീൻ. ഇനി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നാൽ നമ്മൾ പറയും, മുമ്പ് ഇത് കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എവിടെയെങ്കിലും പുറത്ത് പോയി വന്നാൽ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ കൈ കഴുകണം എന്നുള്ളത്, നല്ലോണം വൃത്തിയായി കഴുകണം എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഹാൻഡ് ഹൈജീനാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. Nikshay NIKSHAY is a web-based TB notification system that provides a platform for notification from both the public and the private sector. അപ്പോൾ നിക്ഷയ് എന്ന് പറയുന്നത് ഒരു വെബ്-ബേസ്ഡ് TB നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ്. TB നോട്ടിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ അത് എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ നിക്ഷയ് എന്ന് പറയുന്നത്. അത് പബ്ലിക് സെക്ടറിന് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറിനുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്കതിലൂടെ ലഭിക്കും. XDR-TB ഈസ് MDR-TB വിത്ത് റെസിസ്റ്റൻസ് ടു എ ഫ്ലൂറോക്വിനോളോൺ ആൻഡ് സെക്കൻഡ് ലൈൻ ഇഞ്ചെക്റ്റബിൾ ഡ്രഗ്. അപ്പോൾ XDR-TB എന്ന് പറയുന്നത് MDR-TBൻ്റെ ഒരു വേരിയൻ്റാണ്. അപ്പോൾ XDR-TB ഏതിന് റെസിസ്റ്റൻ്റാണ്? ഫ്ലൂറോക്വിനോളോണും സെക്കൻഡ് ലൈൻ ഇഞ്ചെക്റ്റബിൾ ഡ്രഗിനും റെസിസ്റ്റൻ്റാണ്. അതായത് ഈ രണ്ട് സ്റ്റെപ്സും നമുക്ക് XDR-TB സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്പുട്ടം സാമ്പിൾസ് examined for AFB in the diagnosis of pulmonary TB under RNTCP is 2. ഇപ്പോൾ ഈ RNTCP സ്കീമിൽ നമ്മൾ സ്പുട്ടം എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഏത് TBയിലാണ്? പൾമണറി TBക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പുട്ടം എക്സാമിനേഷൻ AFBക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എത്ര സാമ്പിൾ എടുക്കണം? 2 samples എടുക്കണം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ലങ് ക്യാൻസർ ഈസ് സ്മോക്കിംഗ്. ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ്ലി ഡെഡ്ലിയർ ആയിട്ടുള്ള ഏതാണ് കോസ് എന്ന് പറയുന്നത്? സ്മോക്കിംഗ് ആണ്. ദ അബ്സല്യൂട്ട് കോൺട്രഡിക്ഷൻ ടു BCG ഈസ് ഇൻ എ ചൈൽഡ് വിത്ത് സിംപ്റ്റോമാറ്റിക് HIV infection or AIDS. The only absolute contraindication to BCG is in a child with symptomatic HIV infections or AIDS. അപ്പം ഈ BCG കൊടുക്കുന്നതിൽ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ വരുന്നത് ഏത് മാത്രമാണ്? ഒരു ചൈൽഡിൽ HIV സിംറ്റംസോ എയ്ഡ്സിൻ്റെ സിംറ്റംസോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഡോട്ട്സ് 99 എന്ന് പറയുന്നത് മോണിറ്ററിങ് TB മെഡിക്കേഷൻ യൂസിങ് ഓഗ്മെൻറ്റഡ് പാക്കേജിങ് ആൻഡ് ലോ കോസ്റ്റ് മൊബൈൽ ഫോൺസ്. അപ്പോൾ ഡോട്ട്സ് 99 എന്ന് പറയുന്നത് എന്താണ്? TB മെഡിക്കേഷൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഡോട്ട്സ് 99. അതിൽ എന്താ ചെയ്യുന്നത്? TB മെഡിക്കേഷൻ യൂസിങ് ഓഗ്മെൻറ്റഡ് പാക്കേജിങ് ആൻഡ് ലോ കോസ്റ്റ് മൊബൈൽ ഫോൺസ്. ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് TB മെഡിക്കേഷൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഡോട്ട്സ് 99 എന്ന് പറയുന്നത്. ഓൾ ദി ഫോളോയിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. അപ്പം ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ദി സെൻസിറ്റിവിറ്റി ഓഫ് എ സ്മിയർ മൈക്രോസ്കോപ്പി, allow a much larger area of smear to be seen, easier counting of a bacilli.
അപ്പോൾ ഈ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയാണ് TB ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ എന്താ റീസൺ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഓഫ് എ സ്മിയർ മൈക്രോസ്കോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നുണ്ട്. പിന്നെ അല്ലാതെ മറ്റ് ലാർജർ ഏരിയ ഓഫ് സ്മിയർ ടു ദി സീൻ, അതായത് സ്മിയർ നമ്മുടെ ടെസ്റ്റ് സാമ്പിളിൻ്റെ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റും. മറ്റ് ലാർജർ ഏരിയ ഓഫ് ദ സ്മിയർ, ആ കൊടുത്തിട്ടുള്ള സാമ്പിളിന് കുറേ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈസിയർ കൗണ്ടിങ് ഓഫ് ബാസിലായി, അതിലൂടെ എത്ര ബാസിലായി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കോസിസ് ആൻഡ് സൂയിസൈഡൽ ടെൻഡൻസീസ് മേ ബി കോസ്ഡ് ബൈ സൈക്ലോസെറിൻ. അപ്പോൾ ഈ സൈക്കോസിസ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരാൻ ഏത് കാരണമാകും? സൈക്ലോസെറിൻ എന്ന് പറയുന്ന മെഡിസിൻ കാരണമാവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ റിലേറ്റ് ചെയ്തിട്ട് തൊഴിൽ വാർത്തയിൽ സപ്ലിമെൻറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കിനി വേറെ ക്വസ്റ്റ്യൻസും വേറെ ടോപ്പിക്സുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ലൈക്ക്, സബ്സ്ക്രൈബ്.